പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ. അതാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ ആപ്തവാക്യത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള സംസ്ഥാന സെക്രട്ടറിമാർ കേരളത്തിൽ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയാൻ ലജ്ജയാണത്, ലജ്ജാകരമാണത്. നിങ്ങൾ ചോദിക്കണം മാഷെ, 1600 കോടി രൂപ കൊറോണ കാലത്ത് നിങ്ങൾ അഴിമതി നടത്തി. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നിങ്ങൾ അഴിമതി നടത്താൻ പ്രേരിപ്പിച്ചു. നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ മുഖ്യമന്ത്രി 1600 കോടി രൂപ നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ പിണങ്ങി വീണ കൊറോണയിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മൃതദേഹത്തിനരികിൽ സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട്, ഉപ്പ നഷ്ടപ്പെട്ട്, അല്ലെ അപ്പച്ചൻ നഷ്ടപ്പെട്ട് ആ മൃതശരീരത്തൊന്നും തൊടാൻ പോലും സാധിക്കാതെ വേദനയുടെ നാളുകളിൽ കൊറോണ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുമ്പോ ആ കൊറോണ കാലത്ത് 1600 കോടി രൂപയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ കൊണ്ട് നിങ്ങൾ കളവ് നടത്തിച്ചത് കേരളത്തിന്റെ മണ്ണിൽ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമോ? പിണറായി വിജയന്റെ മകൾ വീണയുടെ കുട്ടിക്ക് കാലാവധി കഴിഞ്ഞ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പനിയുടെ ഗുളിക കൊടുക്കുമോ? പിണറായി വിജയൻ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾക്ക് അമേരിക്കയിലാണ് ചികിത്സ, നിങ്ങളുടെ കുടുംബത്തിന് അമേരിക്കയിലാണ് ചികിത്സ. പക്ഷെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വീട്ടിൽ അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ MRI സ്കാൻ ഇല്ല. എന്താണ്? മെഷീൻ കേടാണ്. CT സ്കാൻ ഉണ്ടോ? ആ മെഷീനും കേടാണ്. ലബോറട്ടറി ഉണ്ടോ? അവിടെ ടെസ്റ്റ് ഇല്ല. പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് എഴുതി കൊടുക്കുകയാണ്. 1600 കോടി രൂപ നിങ്ങൾ കൊറോണ കാലത്തെ കട്ടുപിടിച്ചപ്പോ ഞാൻ നോക്കിയായിരുന്നു. കേരളത്തിൽ 5 വർഷത്തിനിടയിൽ കേരള മെഡിക്കൽ കോർപ്പറേഷൻ വാങ്ങി കൂട്ടിയ 235 കോടി രൂപയുടെ യന്ത്രങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ കീഴില് യന്ത്രം പണിയെടുക്കുന്നില്ല, പണി മുടക്കിയിരിക്കുകയാണ്. ആരാണ് യന്ത്രം നശിപ്പിച്ചത്? എത്ര നിങ്ങളുടെ യന്ത്രത്തിന് നിങ്ങൾ വില കൊടുത്ത് വാങ്ങുമ്പോ ആ യന്ത്രം എത്ര കാലം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ ആരോഗ്യ വകുപ്പിന്റെ മേഖലയിൽ നിങ്ങൾ യന്ത്രം വാങ്ങിയത്? ആ യന്ത്രം ആരാണ് കേടുവരുത്തുന്നത്? നിങ്ങൾ ലബോറട്ടറിയിലെ ലാബ് ടെക്നീഷ്യൻസിന്റെ തലയിൽ കുറ്റം ചാർത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ MRI സ്കാൻ അതിന്റെ മെഷീനറി പ്രവർത്തനം ചെയ്യുന്ന ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ CT സ്കാൻ വർക്ക് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറയുകയാണ് ആരോഗ്യ വകുപ്പിന്റെ കീഴിലെ 250 കോടിയോളം വില കൊടുത്തുകൊണ്ട് വാങ്ങിയിട്ടുള്ള മെഷീൻ തകർത്ത് കളയാൻ, നശിപ്പിച്ചു കളയാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഉപചാപക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സഹോദരി പാവിരിച്ച് താഴെ കിടക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ കിടക്കാൻ കിടക്കയില്ല, ബെഡില്ല, ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, നോക്കാൻ നേഴ്സുമാരില്ല. എന്താണ് ഈ കേരളത്തിന്റെ സ്ഥിതി? ഈ ആരോഗ്യ മേഖലയിലെ പാവപ്പെട്ടവരുടെ പ്രശ്നത്തെ കുറിച്ച്